കേരളത്തിൽ പോലീസും ഗുണ്ടകളും മാഫിയ സംഘങ്ങളും ഭായിമാർ. ഈ സംഘങ്ങളുടെ അടുത്തേക്ക് കാപ്പ പോലും പോകില്ല. മാത്രമല്ല, ഇത്തരക്കാർക്ക് സുരക്ഷയ്ക്കായും പോലീസ് ഉണ്ടാവും. ഇതാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നു വരുന്നത്. ഒരിടവേള പോലും കൊടുക്കാതെയാണ് ഇപ്പോൾ കേരളത്തിൽ പലയിടത്തും ഗുണ്ടാ ആക്രമണങ്ങൾ നടക്കുന്നത്. ഇതിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമായി അറിയാമെങ്കിലും പോലീസുകാർ അവരെ തൊടില്ല. അത്രയ്ക്കും ആത്മബന്ധമാണ് അവരുമായി പോലീസിനുള്ളത്. കേരളത്തിൽ ഒരു ഈച്ച പറന്നാൽ പോലും ആദ്യം അറിയുന്ന ഇൻ്റലിജൻസ് സംവിധാനവും അമ്പേ പരാജയം. നേരത്തെ ഉണ്ടായിരുന്ന ഗുണ്ടാ സംഘങ്ങളെ ഞെട്ടിച്ചുകൊണ്ടാണ് പുതിയ സംഘങ്ങൾ ഉദയമെടുത്തിരിക്കുന്നത്. മയക്കുമരുന്ന് മാഫിയകളുടെയും കൂട്ടുകാരാണ് ഇവരെല്ലാം. ആവശ്യത്തിന് പണവും കഞ്ചാവും നൽകിയാൽ എന്തിനും ഇവർ കൂടെ നിൽക്കും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും MDMA അടക്കമുള്ള മാരക ലഹരി മരുന്നുകൾ കടത്തുന്നതും ഇത്തരം സംഘങ്ങളാണ്. ഇവർക്ക് സംസ്ഥാനത്തെ മിക്ക പോലീസ് സ്റ്റേഷനുകളുമായും ബന്ധമുണ്ട്. അവിടെയുള്ള പോലീസുകാരാണ് ഇവർക്കായി ഒത്താശ ചെയ്യുന്നത്. പോലീസുകാർക്ക് പുറമെ ഇത്തരം സംഘങ്ങൾക്കായി രാഷ്ട്രീയ നേതാക്കളും രംഗത്തുണ്ട്. അതിന് ഇടതെന്നോ വലതെന്നോ BJP എന്നോ ഭേദമുണ്ടാകില്ല. ഇത്തരം നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി തെറ്റുകൾക്ക് കൂട്ടുനിൽക്കുന്ന പോലീസുകാരുമുണ്ട്. പിടികൂടുന്ന സംഘങ്ങളെ പുറത്തിറക്കാനെത്തുന്നതും ഇത്തരം നേതാക്കളാണ്. രാഷ്ട്രീയ ബന്ധങ്ങൾ ഉപയോഗിച്ച് പലരെയും സ്റ്റേഷനിൽ നിന്ന് തന്നെ വിട്ടയക്കേണ്ട അവസ്ഥയും ഉണ്ടാകാറുണ്ടെന്ന് പോലീസിലെ ചില ഉദ്യോഗസ്ഥർ പറയുന്നു. അതേസമയം തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥർ നേരാംവണ്ണം ഇടപെട്ടിരുന്നുവെങ്കിൽ കേരളത്തിൽ ഗുണ്ടാ മാഫിയ സംഘങ്ങളെ തുരത്താനാകുമെന്ന അഭിപ്രായവും ചില പോലീസുകാർക്കുണ്ട്. DGPമാർ മുതൽ CPOമാർ വരെ ഗുണ്ടാ മാഫിയ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് ഇവരിൽ ചിലർ തന്നെ അടക്കം പറയുന്നുണ്ട്. ഏതെങ്കിലും കേസിൽ പിടികൂടുന്ന ഗുണ്ടകളെ പുറത്തിറക്കാൻ മേലുദ്യോഗസ്ഥർ ഫോണിലൂടെ വിളിക്കുന്ന സംഭവവും ഉണ്ടായിട്ടുണ്ട്. മേലുദ്യോഗസ്ഥൻ്റെ ആജ്ഞ അനുസരിച്ചില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്ത് ഭയന്ന് അവരെ വിട്ടയച്ചിട്ടുള്ള സംഭവങ്ങളും വിരളമല്ല. കഴിഞ്ഞ ദിവസം രാത്രി വെള്ളറടയിലുണ്ടായ ഗുണ്ടാ ആക്രമണമാണ് കേരളത്തിൽ ഒടുവിലായി റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത പല ഗുണ്ടാ ആക്രമണങ്ങളും കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇവയെല്ലാം കേസാകാതെ ഒതുക്കി തീർപ്പാക്കി കൊടുക്കുന്നതും പോലീസുകാർ തന്നെയാണ്. ഇതിനുള്ള പ്രതിഫലം കൃത്യമായി പോലീസുകാർക്ക് ഗുണ്ടാ മാഫിയ സംഘങ്ങളിൽ നിന്നും ലഭിക്കുന്നുമുണ്ട്. കൊലപാതകം, പീഡനം പോലുള്ള കേസുകളിൽ പ്രതികൾക്കെതിരെ ശക്തമായ സാക്ഷികൾ ഉണ്ടാകുമെങ്കിലും കോടതിയിൽ കേസെത്തുമ്പോൾ ആ സാക്ഷികൾ കൂറുമാറുന്നത് പതിവാണ്. ഈ കൂറുമാറ്റത്തിന് പിന്നിൽ പോലീസുകാരാണെന്നത് പരസ്യമായ രഹസ്യമാണ്. ഇരയ്ക്കും കുടുംബത്തിനും തുച്ഛമായ തുക പ്രതികളിൽ നിന്നും വാങ്ങി നൽകുന്നതും പോലീസുകാരാണ്. മുൻ ADGP മുഹമ്മദ് യാസിൻ വിജിലൻസ് ഡയറക്ടറായിരുന്നപ്പോൾ സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ റെയ്ഡ് നടത്തിയിരുന്നു. കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും അടക്കി വാഴുന്നത് ഗുണ്ടാ മാഫിയ സംഘങ്ങളാണെന്നും അടിയന്തരമായി സർക്കാർ ഇടപെടണം എന്നും അദ്ദേഹം റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ ആ റിപ്പോർട്ട് സർക്കാർ മേശയിൽ വെച്ച് പൂട്ടുക മാത്രമാണ് ചെയ്തത്. മുഹമ്മദ് യാസിൻ്റെ റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന മറ്റു ചില കാര്യങ്ങളും ഉണ്ടായിരുന്നു. മണൽ മാഫിയയ്ക്ക് എസ്കോർട്ട് പോകുന്ന പോലീസുകാരുണ്ടെന്നും അദ്ദേഹം കണ്ടെത്തിയിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തിയാൽ ആ വിവരം ഗുണ്ടാ മാഫിയ സംഘങ്ങൾക്ക് ചോർത്തിക്കൊടുക്കുന്നതും ഇത്തരം പോലീസുകാരാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. പോലീസുകാർക്ക് വീട് വയ്ക്കുന്നതിനും മറ്റും മണലും കല്ലും ഏർപ്പാടാക്കുന്നത് ഇത്തരം ഗുണ്ടാ സംഘങ്ങളാണ്. ഇതിന് പ്രതിഫലമായാണ് കള്ളക്കടത്തിനുള്ള കൂട്ടുനിൽപ്പ്. മിക്ക സ്റ്റേഷനുകളിലെയും CPOമാർ മുതൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് വരെ ഇത്തരം സംഘങ്ങളുമായി ബന്ധമുണ്ട്. ഗുണ്ടാ മാഫിയ സംഘങ്ങളുമായി ദിവസവും ഒരു നേരമെങ്കിലും ഇവർ ഫോണിലൂടെ സംസാരിക്കുകയും ചെയ്യാറുണ്ട്. കുറച്ചുനാൾ മുമ്പ് നെയ്യാറ്റിൻകരയ്ക്ക് സമീപം ഒരു ഗുണ്ടയെ കൊന്ന് ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തിയിരുന്നു. ഈ ഗുണ്ടയ്ക്ക് ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളുമായും ബന്ധമുണ്ടായിരുന്നു. കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയതിൻ്റെ തലേ ദിവസം ഈ ഗുണ്ടാ നേതാവിൻ്റെ ഫോണിലേക്ക് വിവിധ സ്റ്റേഷനുകളിലെ പോലീസുകാർ വിളിച്ചിരുന്നു. ജില്ലയിലെ മണൽ മാഫിയ സംഘത്തിൻ്റെ കണ്ണി കൂടിയായിരുന്നു കൊല്ലപ്പെട്ട ആ നേതാവ്. മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന ഏതെങ്കിലും കുറ്റകൃത്യങ്ങളുണ്ടായാൽ മാത്രമാണ് പോലീസ് ഇത്തരം ഗുണ്ടകളെ തപ്പിയിറങ്ങുന്നത്. എന്നാൽ പിടിക്കപ്പെടുന്നതാകട്ടെ പരൽ മീനുകളെയും. ഇവരെത്തുന്ന സ്ഥലങ്ങളിലെല്ലാം പ്രബലരായ ഗുണ്ടാ നേതാക്കൾ ഉണ്ടാകുമെങ്കിലും അവർ ചൂണ്ടിക്കാട്ടുന്നവരെ മാത്രമാണ് പിടിച്ചുകൊണ്ടു പോകാറ്. കാപ്പ ചുമത്തുന്നതിലും പോലീസുകാർക്കിടയിൽ കള്ളക്കളിയുണ്ട്. നിസ്സാര കാരണങ്ങൾ മാത്രമാകും കാപ്പ ചുമത്തുന്നതിനായി ഇവർക്കെതിരെ രേഖപ്പെടുത്തുക. ഈ റിപ്പോർട്ടുമായി ജില്ലാ കളക്ടറുടെ മുന്നിലെത്തുമ്പോൾ കാപ്പ നിരസിക്കപ്പെടും. ഇതോടെ ആ ഗുണ്ടാ നേതാക്കളുടെ മേലുള്ള പോലീസ് നിരീക്ഷണവും അവസാനിക്കും. ഇത്തരത്തിൽ കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് ഒരു സംഭവമുണ്ടായി. കാപ്പ ചുമത്തുന്നതിനായി പോലീസ് നൽകിയ ശുപാർശകളിൽ 94 എണ്ണമാണ് കളക്ടർ നിരസിച്ചത്. നിസ്സാര കാരണങ്ങളും പോലീസ് നടപടികളിലെ വീഴ്ചയും പറഞ്ഞാണ് കളക്ടർ ശുപാർശ തള്ളിയത്. ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഗുണ്ടകൾ ജയിൽ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയാൽ ഇവരെ നിരീക്ഷിക്കണമെന്നാണ് പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്നാൽ ഇതൊന്നും കൃത്യമായി നടക്കാറില്ല. സംസ്ഥാനത്ത് ഒരു ഈച്ച പറന്നാൽ പോലും അറിയുന്ന ഇൻ്റലിജൻസ് വിഭാഗവും അമ്പേ പരാജയം.
പലപ്പോഴും ഗുണ്ട ആക്രമണങ്ങളും കൊലപാതകങ്ങളും നടക്കാറുള്ളത് കൃത്യമായ ആസൂത്രണത്തിനൊടുവിലാണ്. ഇതിനായി സംഘങ്ങൾ പലയിടത്തും തമ്പടിക്കാറുണ്ട്. ഇതൊന്നും ഇൻ്റലിജൻസ് വിഭാഗം അറിയുകയേ ഇല്ല. സ്വന്തം സ്റ്റേഷൻ പരിധിയിൽ ഗുണ്ടകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ പോലും അറിയാത്ത പോലീസുകാരും വിരളമല്ല.